ഈ സീസണിലെ ഓരോ മത്സരാർത്ഥികളുടെയും രീതി നമ്മൾ പറയുകയാണെങ്കിൽ ഒറ്റൊരെണ്ണത്തിന് പോലും ബിഗ് ബോസിന് ഒരു വിലയും കൊടുക്കുന്നില്ല. ആരും തന്നെ ബിഗ് ബോസിന് ഒരു വിലയും കൊടുക്കുന്നില്ല. ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് വരുന്നില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പരസ്പരം ചുമ്മാ കലപില സംസാരിച്ചുകൊണ്ടിരിക്കും. ബിഗ് ബോസ് നിശബ്ദത പാലിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും അവർ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. ലൈവിൽ കാണുന്ന കാര്യങ്ങളാട്ടോ. അപ്പോൾ അതൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യാതൊരു തരത്തിലുള്ള കോസ്മെറ്റിക് വസ്തുക്കളും കൈക്കൽ വെക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ബിഗ് ബോസ് പറയുന്നതിന് ലെവലേശം വില കൊടുക്കാണ്ട് ഈ സാധനങ്ങളെല്ലാം മൈക്കിൻ്റെ കീഴിലും അവിടെ ഇവിടെയും ഒളിപ്പിച്ച് വച്ചിട്ട് ലിപ്സ്റ്റിക്ക്, ക്രീം, ഇത് എല്ലാവരും കണ്ണിലിടുന്ന കൺമഷി ഇതെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുത്. ഈ ഒരു ഷോയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളൊന്നും ചുമ്മാതല്ല അവിടെ നിൽക്കുന്നത്. അവർ വിന്നറായി കഴിഞ്ഞാൽ അവർക്ക് 50 ലക്ഷം രൂപയോ ഫ്ലാറ്റോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ അതല്ലാതെ തന്നെ ഇവർ നിൽക്കുന്ന ഓരോ ദിവസവും ഇവർക്ക് കൃത്യമായ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവർ 500ഓളം പേജ് വരുന്ന പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവിടെ കയറുമ്പോൾ ബിഗ് ബോസ് പറയുന്ന റൂൾസുകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ഒരു കാര്യവും അനുസരിക്കാറില്ല. ഇപ്പോൾ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിൻ്റെ സമയത്ത് എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി പോവാൻ പറയുന്ന സമയത്ത് പോലും പ്രത്യേകിച്ചും ജിസേൽ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റ് ഒരു കാര്യവും പറഞ്ഞാൽ അനുസരിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസുകൾ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണോ എന്തോ അവരെ ബിഗ് ബോസ് ഒന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് നല്ല കർശനമായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കണം. അനുസരണക്കേട് കാണിക്കുന്നവർ വെയിലത്ത് തന്നെ നിർത്തണം ഒരു ദിവസം മുഴുവനും. എന്നാൽ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക.